അസ്സലാമു അലൈക്കും. റമദാനിലെ രാത്രി സമയങ്ങളിൽ നമ്മൾ ദുആ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട ദുആനെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ ദുആ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ റമദാനിൻ്റെ രാത്രികളിൽ അള്ളാഹു കുറച്ച് ആൾക്കാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ നരകത്തിൽ മോചിപ്പിക്കുന്നവരുടെ ലിസ്റ്റിൽ നമ്മൾക്ക് പെടണ്ടേ? തീർച്ചയായും അതിനുള്ള ഒരു ദുആ ആണ് അല്ലാഹുമ്മ റികാബനാ മിനന്നാർ, അല്ലാഹുമ്മ മിനന്നാർ എന്ന ഒരു ദുആ നമ്മൾ എല്ലാ രാത്രിയും പതിവാക്കുക. അല്ലാഹുവേ, എന്നെ ആ ലിസ്റ്റിൽ നീ ഉൾപ്പെടുത്തണമേ എന്ന്. അപ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ആ ദുആ കാരണമായി ആ നരകത്തിൽ മോചിപ്പിക്കുന്നവരുടെ ലിസ്റ്റിൽ നമ്മളുടെ പേരും വരും അല്ലാഹ്. അപ്പോൾ നമ്മൾ ഈ ഒരു ദുആ എല്ലാ രാത്രികളും സുജൂദിൽ നമ്മളെല്ലാം ദുആ എല്ലാം വിത്തറൊക്കെ നിസ്കാരം കഴിഞ്ഞ് രാത്രി നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ദുആ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ 3 ദുആ ചെയ്യുന്നതാണ്. അല്ലാഹുമ്മ റികാബനാ മിനന്നാർ. രണ്ടാമത്തെ ദുആ അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തുൽ ഖദ്ർ, അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തുൽ ഖദ്ർ, അല്ലാഹുവേ ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദ്റിനെ നീ എത്തിക്കണമേ എന്ന് ഇപ്പോഴത്തെ ദുആ ചെയ്യുക. നമുക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല. അവസാനത്തെ 10ലേക്ക് ഒരു ദുആ നീട്ടിവെക്കണ്ട. അവ എല്ലാ രാത്രികളിലും അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തുൽ ഖദ്ർ എന്നിങ്ങനെ ദുആ ചെയ്യുക. അവസാനത്തെ 10ൽ ഏതാണ് ലൈലത്തുൽ ഖദ്ർ നമുക്കറിയില്ല. അപ്പോൾ നോമ്പ് അവസാനം വരെ ഈ ഒരു ദുആ ഇങ്ങനെ പറയാം, അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തുൽ ഖദ്ർ. മൂന്നാമത്തെ ദുആ, നമ്മൾ ചെയ്യുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ, നമ്മളുടെ നോമ്പ്, നമ്മളുടെ നിസ്കാരങ്ങൾ, നമ്മളുടെ സക്കാത്ത്, നമ്മളുടെ സ്വതക്ക, ഇതൊക്കെ സ്വീകരിക്കണ്ടേ? നമ്മളിങ്ങനെ ചെയ്താൽ പോലെ അത് സ്വീകരിക്കുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല. അതുകൊണ്ട് എല്ലാ രാത്രികളും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം എന്ന ഒരു ദുആവും കൂടി എല്ലാ രാത്രികളിലും നമ്മൾ ഉൾപ്പെടുത്താൻ മറക്കരുത്. ഹജ്ജ് തറാവീ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വിത്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ദുആ ഇരുന്നിട്ടായിരിക്കണം മടങ്ങേണ്ടത്. അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ സമയത്ത് ദുആയിരുന്നാലും അതും നല്ലത് തന്നെയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, അല്ലാഹു ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും നീ സ്വീകരിക്കണമേ എന്ന് നമ്മൾ എല്ലാ ദിവസവും അല്ലാഹുവിനോട് ചോദിക്കണം. അപ്പോൾ ഈ 3 ദുആ നമ്മൾ എല്ലാ ദിവസവും എല്ലാ രാത്രികളിലും പതിവാക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ ഒരു 3 ദുആ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ മലയാളവും പറഞ്ഞു കഴിഞ്ഞു. അറബിയിൽ അറിയാത്തവർക്ക് മലയാളത്തിൽ അല്ലാഹുവിനോട് ചോദിക്കാം, അല്ലാഹുവേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നും, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിനെ ഞങ്ങൾക്ക് എത്തിക്കണമേ എന്നും, അതുപോലെ ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും നീ സ്വീകരിക്കണേ എന്നാണ് ഈ 3 ദുആൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പതിവാക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്.